ഈ മാസം വളരെ നല്ലൊരു മാസമാണ്. ഞാൻ ഈ വർഷത്തിൽ ഒരിക്കലും മറക്കാത്ത 2 മാസങ്ങളാണ്. ഒന്ന് ജൂലൈ, ഒന്ന് ഓഗസ്റ്റ്. ഉം. കാരണം എവിടെ തൊട്ടാലും പൈസയാണ്. എവിടെ തൊട്ടാലും പൈസയാണ്. വണ്ടി പണി വണ്ടി പണി, അത് പിന്നെ പറഞ്ഞില്ല പെട്ടി വെച്ച് എല്ലാം പണിയാണ്. പണിയോ പണിയാണ്. എത്ര രൂപ നഷ്ടം വന്നിട്ടുള്ളത് എനിക്ക് എൻ്റെ കൈ കടക്കൂല 2 മാസം. ഐഫോൺ ഗിവ് അവേ ഉണ്ടാവും. ഐഫോൺ ഗീവ് കൊണ്ട് മറ്റേ ഡിസ്പ്ലേ മാറാമെങ്കിൽ തരാം ഗീവ്. കുറച്ച് പൈസ കൂടെ തന്നാൽ മതി. അയ്യോ ഞാൻ എന്താ പറയുക, നോക്കട്ടെ. ഞാനൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ടൈം കാണുന്നുണ്ട്, ഈ വീസിയുടെ ടൈം കാണോ? വീസിയുടെ ടൈം കാണോ? അതായത് 172 മണിക്കൂറായിട്ട് ഈ വി സി ഓഫ്ലൈൻ ആയിട്ടില്ല. അതിനി എത്ര മണിക്കൂർ നീളുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഉറക്കം പോലും ഇല്ലാതാണ് ഇവിടെ പലരും ഇരിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ലോഞ്ച് ആക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ ബാഡ് ന്യൂസ് ഇപ്പം തന്നെ പറയാം, നമുക്ക് ഇന്ന് സെർവർ ലോഞ്ചാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ലൈവ് വന്ന് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സോറി ഗൈസ്, ഇന്ന് നമുക്ക് ലോഞ്ചാക്കാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. എൻ്റെ കയ്യിലിരുന്ന പൈസ മൊത്തം തീർന്നു. കുറേ കൂടെ കാര്യങ്ങൾ വാങ്ങാനുണ്ട്. സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാവും. അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരിതിനു മുമ്പ് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു, ഞാൻ അന്ന് വാങ്ങിയില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് അവരുടെ നിന്നെല്ലാം വാങ്ങേണ്ടി വന്ന്. അത് മീൻസ് താങ്ക്സ് തന്ന എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അത് കടവായിട്ടാണ് ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞാൻ തിരിച്ചു തരും. അത് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, തന്നവരോടും പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഞാൻ മാക്സിമം വെനസ്ഡേ ഓർ ഫ്രൈഡേ നമ്മൾ സെർവർ അപ്പാക്കും. എല്ലാം നല്ലപോലെ പോട്ടെ. ഇത് വീണ്ടും പോകത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല, രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കാണ്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നോക്കാം. ഫ്യൂച്ചറിലൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ. സോ മോസ്റ്റ്ലി ബൈ വെനസ്ഡേ ഓർ ഫ്രൈഡേ. നിങ്ങൾ ഫ്രൈഡേ പ്രതീക്ഷിച്ചാൽ മതി. വെനസ്ഡേ ഞാൻ പറയുന്നില്ല, ഫ്രൈഡേ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇൻ കേസ് നേരത്തെ എല്ലാം സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും. നമുക്ക് വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ എക്സ്പെക്ട് ചെയ്തു എല്ലാവരും. ഫ്രൈഡേക്കുള്ളിൽ എല്ലാം സെറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കുറേ എന്താ പറയുകടാ, കുറച്ച് എനിക്ക് ഫണ്ട് കിട്ടാനുണ്ടായിരുന്നു, മനസ്സിലായോ? എനിക്ക് കിട്ടാനുള്ള കുറച്ച് ഫണ്ടുണ്ട്. പക്ഷേ ആ ഫണ്ട് കിട്ടിയില്ല. അതിങ്ങനെ ഡേറ്റ് മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റ് മാറും തോറും എന്താ പറയുക, വേറെ പല കാര്യങ്ങൾ ഇതായി കിടക്കുവാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ മാസവും ഇപ്പോൾ ഈ മാസം അടുത്ത ഹോസ്റ്റിൻ്റെ ബില്ല് വരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് റെഡി ആക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം വേണം. ഞാൻ ഒരുപാട് ദിവസമൊന്നും ചോദിക്കുന്നില്ല. ഫ്രൈഡേ വരെങ്കിലും മാക്സിമം നിങ്ങൾ എനിക്ക് തരാൻ നോക്കുക. ഞാൻ മാക്സിമം ഫ്രൈഡേക്കുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കും. അല്ലെങ്കിൽ എന്താണോ റെഡി ആയിട്ടുള്ളത് അത് വെച്ച് സെർവർ അപ്പ് ചെയ്യും. നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ നിങ്ങൾക്കെല്ലാം കളിക്കാൻ പറ്റുന്ന, മടുപ്പ് തോന്നാത്ത സെർവർ ആയിരിക്കും നമ്മൾ അപ്പാക്കാൻ പോകുന്നത്. എന്താ പറയുക, അയ്യോ. എല്ലാവരും പാട്ടൊക്കെ കേട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? വീഡിയോയും പാട്ടും എല്ലാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? വീഡിയോ നൈസായിരുന്നു. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടില്ല? അയ്യോ.
ആ എല്ലാം സെറ്റാവുന്ന പ്രതീക്ഷയാണ് ബ്രോ. ഞാനും പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ സ്ട്രീം പോലും ചെയ്യുന്നില്ല. എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന സ്ട്രീമാണ്. സ്ട്രീം പോലും ചെയ്യാതാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത്. സർവറിന്ന് ഇൻകം ഇല്ല, സ്ട്രീമാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അത് ഞാൻ ചെയ്യുന്നില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് കുത്തിയിരുന്ന് വർക്ക് ചെയ്യുന്നത്. വർക്കോ മാറ്റി എല്ലാം മാറ്റി വെച്ചിട്ട്. അപ്പം വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. അതായിരിക്കും നമ്മുടെ ലോഡിങ് സോങ് എന്നോ? അത് വേണോ ലോഡിങ് സോങ് ആയിട്ട്? എല്ലാം യെസ്, ഞാനും ആ ഒരു പ്രതീക്ഷയിലാണ്. യെസ്, നമുക്ക് അത് വെക്കാം. സേഫ് സോൺ മാറുമെന്നോ? ഗുഡ് ന്യൂസ് സിറ്റി അപ്പാവും. മോസ്റ്റ്ലി ബൈ ഫ്രൈഡേ സിറ്റി അപ്പാവാതിരിക്കുന്നില്ല. എല്ലാം വളരെ സ്പീഡപ്പ് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്താണ് പറയുക, ഐ എം ഔട്ട് ഓഫ് വേർഡ്സ്. വീണ്ടും സംസാരിക്കാൻ വാക്കുകളില്ലാതെ പെട്ടുപോവുകയാണല്ലോ ദൈവമേ. എലൈറ്റ് ഗ്യാങ് എക്സ്പ്ലനേഷൻ, സ്നീക്ക് പീക്ക്. എന്ത് പറ്റി ഫുള്ളൊരു മൂഡൗട്ട്? മൂഡൗട്ടൊന്നുമില്ലടാ. നമ്മൾ പല കാര്യങ്ങളെ ചിന്തിക്കുകയല്ലേ, മൈൻഡിൽ കൂടെ പല കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എവിടെ എങ്ങനെ സോർട്ട് ചെയ്യാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയാവും. എബി ടേം സിറ്റി എല്ലാവർക്കും 1 to CR കൊടുക്കുമോ? വണ്ടി എടുക്കാൻ വരെ ക്യാഷ് ഇല്ലാന്നോ? ഒരു കാര്യം ചെയ്യണം, ഞാൻ നാളെ ബോണ്ട് സ്റ്റോപ്പ് ചെയ്യാം. നാളെ ലാസ്റ്റ് ഡെഡ് ലൈൻ കൊടുത്തിട്ട് നാളെ കൊണ്ട് ഞാൻ ബോണ്ട് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അക്കൗണ്ടിലോട്ട് കുറച്ച് ഫണ്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടേക്കാം. അത് എല്ലാവർക്കും യൂസ് ചെയ്യാം. നിങ്ങളുടെ സിറ്റിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എല്ലാം സെറ്റാക്കി തരാം. അതുപോലെ ഇന്ന് ഞാൻ അഡ്മിൻസിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് തരാനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബോണ്ട് സെല്ല് ചെയ്യാനൊരു ഓപ്ഷൻ ഞാൻ റെഡിയാക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോണ്ട് ആക്കിയത് ആ ബോണ്ട് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് ക്യാഷ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഞാൻ ഇട്ട് തരാം. ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ചെയ്തു തരാം. ബോണ്ട് കുറേ പേര് അവർ ബോണ്ട് ആക്കിയില്ല, അവരുടെ പല കാര്യങ്ങളും കൊണ്ട് ബോണ്ട് ആക്കാൻ പറ്റിയില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോണ്ട് സ്റ്റോപ്പ് ചെയ്യാത്തത്. താങ്ക് യു നോസർ റിഫ്ലെക്സ് പ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. എല്ലാം ശരിയാകും, വി ആർ വിത്ത് യു. താങ്ക് യു. അയ്യോ, കുറച്ചൊരു അയച്ചായിരുന്നല്ലോ കിക്ക് പോയിന്റ്സ്, ഞാൻ കണ്ടില്ല. Takoy, thank you for the 50 kick points. Ambro bro, thank you for the 1 kick point. Ambro again, thank you for the 1 kick point bro. ഇത്ര ദിവസം വെയിറ്റ് ചെയ്തില്ലേ, പിന്നെ എന്തിനാ ഒരു 2 days കൂടെ അല്ലേ? നിന്നെ ഒന്ന് കാണാൻ കിട്ടാത്തതെന്നോ? ഹായ് രമണ, ഹായ്. Puyol Prime bro, thank you so much for the 1 kick points. If everything is well, the server launching will be on Friday, please don't spam. ടെമ്പററി സർവറിൽ നടക്കുന്ന സിറ്റുവേഷനൊക്കെ ഗൺസ് ആൻഡ് ഹീലിങ്സ് ഒന്നും ഇല്ലല്ലോ, പിന്നെ സർവേ ചെയ്യാൻ ക്യാഷുമില്ല, ഫുൾ ബോണ്ട് ആക്കിയില്ലേ. ആദ്യം സിറ്റി ആവട്ടെ. ഇത്ര ദിവസം വെയിറ്റ് ചെയ്തില്ലേ, പിന്നെ ഒരു 2 days കൂടെ അല്ലേന്നോ? TV വേഴ്സസ് സിറ്റുവേഷൻസ് ഇന്ന് ഉണ്ടാകുമോ അറിയത്തില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും ബോധമല്ല ആക്ച്വലി. കറണ്ട് സിനാരിയോ എൻ്റെ പ്രൈം ഫോക്കസ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് സർവർ അപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഉറക്കമില്ലാതൊക്കെ ഇരുന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് മാക്സിമം നല്ലൊരു ഗുഡ് ന്യൂസായിട്ട് വരാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ എന്താണ് അപ്പം മൈൻഡ് ഔട്ട് ആവേണ്ട, വി ആർ ദ എഫേർട്സ്. ഇല്ലല്ല, മൈൻഡ് ഔട്ട് ഒന്നുമില്ല. ഹെൽത്ത് കൂടെ നോക്കണം ബ്രാവോ. യെസ് അറിയാം. ഞാൻ എന്തായാലും ഇതെല്ലാം ഒന്ന് തീർന്നിട്ട് ഒന്ന് ഹെൽത്തായിട്ട് നല്ല രീതിയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. എലൈറ്റ് ഗ്യാങ് എക്സ്പ്ലനേഷൻ പ്ലീസ്. കുബാശ്രീ, ഞാൻ അത് സർവർ ലോഞ്ചിനന്ന് പ്രോപ്പറായിട്ട് ഞാനത് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ പോലെ. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ റൂളുകളാണേലും
ഒന്നും സെറ്റാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല, ഒന്നും റെഡിയാക്കാനുള്ള ടൈമും കിട്ടിയിട്ടില്ല. കറൻ്റ്ലി ഫുൾ ഫോക്കസ് സെർവറിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. സോ അത് മാക്സിമം ഫോക്കസ് ചെയ്ത് നമ്മൾ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ടിരിക്കുക. എൻ്റെ ബേബി കിക്ക് എത്ര നാൾ കാണും അറിയാമല്ലോ, ഉള്ളപ്പോൾ അത് മുതലാക്കുക. അറിയാം അബിൻ തോമസ്, ഞാൻ സെർവർ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിപ്പം സ്ട്രീമിന് വേണ്ടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് കാര്യങ്ങളെല്ലാം അവിടെ പെൻഡിങ് ആയി പോകും. അതുകൊണ്ടാണ് ഫുള്ളി അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈം എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യും, ഫുള്ള് സെറ്റാക്കിയാൽ മതി. യെസ് സേവ് സോൺ മാറ്റുമെന്നോ, ഒരു ട്രയൽ റെഡി ആക്കാം, അപ്പം വന്നോ സെറ്റാക്കാം. ടൈം എടുത്താലും സാരമല്ല, ഹെൽത്ത് നോക്കണേ. ഇപ്പോൾ എന്തായാലും ടെമ്പററി സെർവർ ഉണ്ടല്ലോ, നോ ഇഷ്യൂസ്. UPI തരുമോ പ്ലീസ് എന്നോ? 6 UPI ഐഡിയ രമണൻ്റെ ആണോ? AP എല്ലാം ഓക്കെ ആകും, റെസ്റ്റ് എടുക്കുക ഫസ്റ്റ്. AP അപ്പോൾ കൂടുതൽ ഐഡിയ കിട്ടും. യെസ്, റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ ഇടിവെട്ടി അവനെ പാമ്പടിച്ച അവസ്ഥയാണ് എൻ്റെ. എല്ലാം പ്രശ്നത്തോട് പ്രശ്നമാണ്. ഒരു സൈഡിൽ നിന്ന് അത് സോർട്ടി വന്നുകൊണ്ടിരിക്കുക. സെറ്റാവും. ആദിത്യൻ S7, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 കിക്ക് പോയിന്റ്സ് ബ്രോ. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഗൈസ്? ഫുഡെല്ലാം കഴിച്ചോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? റെസ്റ്റൊക്കെ എടുക്ക്, എല്ലാവരുടെ സ്ട്രീമൊക്കെ കാണുക, എൻജോയ് ചെയ്യ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് സെർവർ ഉടനെ തന്നെ അപ്പാക്കാം. നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള സെർവർ ഞാൻ അപ്പാക്കാം. ആരും ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നമുക്ക് പരിമിതമായ സമയമുള്ളൂ. ആ പരിമിതമായ സമയത്തിലാണ് നമ്മൾ സെർവർ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണാം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സെർവർ വന്ന് നമ്മളെല്ലാം സോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് റെഡിയാക്കാം.